2006 വി ഡി സതീശൻ ഗുരുജി ഗോൾവൽക്കറിന്റെ ജന്മശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിൽ പങ്കെടുത്തതിന്റെ ഫോട്ടോ ആണ് അന്ന് തന്നെ ഞാനത് ആ വിവാദമുണ്ടായ സമയത്ത് തന്നെ ഞാനത് പബ്ലിക്കിൽ കൊടുത്തത്, എന്റെ സോഷ്യൽ മീഡിയ വഴി ഞാൻ പോസ്റ്റ് ചെയ്തത്. അന്ന് വി ഡി സതീശൻ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. അതായത് അങ്ങനെ ഒരു പരിപാടി ഞാൻ പങ്കെടുത്തിട്ടില്ല എന്ന് പരിപൂർണമായി നിരാകരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അത് പങ്കെടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ച് അംഗീകരിക്കുന്നുണ്ടോ മാധു? ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. 2013 സമാന്തരമായി വി എസ് അച്യുതാനന്ദനും വി ഡി സതീശനും എല്ലാം സംസ്ഥാന വ്യാപകമായി നടന്ന ചില പരിപാടികളിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരിലും പങ്കെടുത്തു എന്നതിലുപരി 2006 ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണവുമില്ല. അല്ല, അതിന് ഇനിയിപ്പോ നമുക്ക് ആരോ പറഞ്ഞ മാതിരി അങ്ങനെയാണെങ്കിൽ ഞാൻ അന്ന് ഈ വിവാദം ഉണ്ടായ സമയത്ത് ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തത് ഞാനാണ്. 2006 അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അതിലൊരാൾ മാധു മുൻപ് വർക്ക് ചെയ്ത മാതൃഭൂമിയിലെ പ്രമുഖനായിട്ടുള്ള പത്രപ്രവർത്തകൻ പി രാജനാണ്. അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. മറ്റൊരാൾ RSSന്റെ 16 വർഷക്കാലം പ്രചാരകമായിട്ട് പ്രവർത്തിച്ചിരുന്ന ആർ വി ജയകുമാർ എന്റെ സഹോദരൻ തന്നെയാണ്. അദ്ദേഹം ആണ് അതിലൊരു പ്രഭാഷകനായിട്ടുണ്ടായിരുന്നു. 2006 ഗുരുജി ഗോൾവൽക്കറിന്റെ ശതാബ്ദി ആഘോഷം നടന്ന സമയത്ത് നടന്ന സെമിനാർ ആയിരുന്നു. ആ സെമിനാറിന്റെ വിഷയം മതഭീകരവാദവും മുന്നണി രാഷ്ട്രീയവും എന്നായിരുന്നു. അതിന്റെ ഫോട്ടോ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ആ ഫോട്ടോയിൽ പങ്കെടുക്കുന്നത് അതിനെ നിരാകരിച്ചാൽ പിന്നെ എന്താണ് നിരാകരിക്കാൻ പറ്റാത്തത്? നമുക്ക് അതിന്റെ തെളിവായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് ഫേക്ക് ആണെന്ന് പറയണം. ഫേക്ക് ആയിട്ട് എന്നെ അപമാനിക്കാനാണെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കണ്ടേ? ഞാൻ സതീശനെ വെല്ലുവിളിച്ചല്ലോ, അങ്ങനെയാണെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കുക. തെറ്റായ പ്രചരണം നടത്തി എന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാമല്ലോ. നടപടിയിലേക്ക് പോകുമെന്നുള്ളതായിരുന്നു അന്ന് വി ഡി സതീശന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം. അങ്ങനെയൊന്നും ഉണ്ടായില്ലേ? അങ്ങനെ ഒരു നടപടിയും ഉണ്ടായില്ല. ഞാനിതിൽ പറയുന്നതേ, ഇപ്പൊ ഒന്ന്, പിണറായി വിജയൻ ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഞാൻ അന്ന് കൊടുത്ത ഫോട്ടോ തന്നെയാണ് കൊടുത്തുകൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷൻ 2001 2006 RSS നേതാക്കന്മാരെ വോട്ടിന് വേണ്ടി സമീപിച്ചു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇവിടെ 2001 2002, കാരണം 1996 സതീശൻ മത്സരിച്ചപ്പോൾ തോൽക്കുകയാണ് ചെയ്തത്. 2001 വിജയിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അന്ന് ഈ പറയുന്ന കോൺഗ്രസിന് ഈ പറയുന്ന വിരോധമൊന്നും RSSനോടോ ഈ പറയുന്ന പ്രസ്ഥാനങ്ങളോടോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതിനു മുൻപ് നമ്മൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇപ്പൊ ചർച്ചയിലായിരിക്കണമെന്ന് അറിയില്ല. ചർച്ചയിലുള്ളവർ ഓർക്കുന്നുണ്ടോന്ന് അറിഞ്ഞൂടെ? രത്നസിംഗും മാധവൻകുട്ടിയൊക്കെ മത്സരിച്ചത് മറന്നോ? രത്നസിംഗും മാധവൻകുട്ടിയൊക്കെ മത്സരിച്ചതിന്റെ പേരിലായിരിക്കും.